അത് ഞാൻ ഡയറ്റ് എടുക്കാൻ പോവാ, വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറെ കണ്ടിട്ടാണ് നീ ഡയറ്റ് എടുക്കണേ? ഡയറ്റ് എടുക്കാൻ വേണ്ടി എന്തിനാ ഡോക്ടറെ കാണണേ? ഡയറ്റ് എടുക്കാന്ന് വെച്ചാൽ ചുമ്മാ പട്ടിണി കിടക്കണതല്ലേ. അതിന് വേണ്ട ഇഷ്ടം പോലെ ഡയറ്റ് പ്ലാനുകൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ കിട്ടും. അയ്യോ, അങ്ങനെയൊന്നും ഡയറ്റ് എടുക്കരുത്. ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണം കറക്റ്റ് ഡയറ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ എന്താ ആവശ്യമുള്ളത്? ഡയറ്റ് എന്ന് പറയുന്നത് ശരിക്ക് ഒരു സയൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പട്ടിണി കിടക്കുന്നതോ അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കിയിരിക്കുന്നതോ അതിനെയല്ല നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണം വേണം, അതായത് ചോറ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള, അതുപോലെ പ്രോട്ടീൻ ഉള്ള ഫുഡുകൾ വേണം, ഫാറ്റ് ഉള്ള ഫുഡുകൾ വേണം, അതേപോലെ തന്നെ വൈറ്റമിൻസ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ വേണം. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളും കറക്റ്റായ രീതിയിൽ കറക്റ്റായ ആനുപാതത്തിൽ എടുക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരാളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ കുറച്ച് ഫുഡ് മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടുന്ന ഫുഡുകൾ മാത്രം കഴിക്കാതിരിക്കുക, കാലറി കുറഞ്ഞ ഫുഡ് മാത്രം എടുക്കുക, ഇതൊന്നും അല്ല ഈ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറ്റ് എടുക്കുക നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഈ ബോഡി മാസ് ഇൻഡെക്സ് നോക്കണം. അതായത് നിൻ്റെ ഉയരത്തിനുള്ള അനുസരിച്ചുള്ള ബോഡി വെയിറ്റ് നീ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിനക്കിപ്പോൾ ഒരു 150 സെൻറ്റിമീറ്റർ ആണ് നിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചോ. അപ്പോൾ നിനക്ക് വേണ്ടത് ആക്ച്വലി ഒരു 50. അപ്പോൾ അത് 2 കിലോ കൂടി 52 ആയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ നീ ഈ ഒരു 50 അല്ലെങ്കിൽ 52ൻ്റെ ഉള്ളിൽ തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. അത് നമ്മളെപ്പോഴും ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ശരീരപ്രകൃതമാണ്. അപ്പോൾ ചിലർക്ക് പല അസുഖങ്ങളുണ്ടാവും. അത് ചിലർക്ക് തൈറോയ്ഡ്, ഷുഗർ, ഓരോ അസുഖത്തിനും ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയറ്റാണ് പറയുക. അവൈലബിലിറ്റി, സാഹചര്യങ്ങൾ, ജീവിക്കുന്ന അവിടെ കിട്ടുന്ന വെജിറ്റബിൾസ് അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും ഫ്രൂട്ട്സുകൾ, അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഡയറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ജോലിയെ ഡിപ്പെൻഡ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡയറ്റ് പറഞ്ഞു കൊടുക്കുക. കാരണം ഇപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് അധികമായിട്ട് നമുക്ക് കായിക അധ്വാനം ഇല്ല, ഇരുന്ന് കൊണ്ടുള്ള ജോലിയാണ്, പക്ഷെ നന്നായിട്ട് പണി ചെയ്യുന്ന ഒരാളാണ്, കായിക അധ്വാനം കൂടുതലാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് കാലറി ഇൻടേക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് എടുക്കാൻ. അല്ലാതെ നമുക്ക് വെയിറ്റ് കുറയണം അപ്പോൾ കുറേ നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ളതല്ല ഡയറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുള്ളൂ. അതാണ് നല്ലത്.